അടിപൊളി ഇൻട്രോ മേക്ക് ചെയ്തുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാം. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ഇൻട്രോ മേക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫൈബർ പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ ഒരുപാട് ഫ്രീലാൻസിങ് ജോബുകൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വെബ്സൈറ്റാണ് ഫൈബർ, അപ്വർക്ക്. അതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ നിലവിൽ ലഭ്യമാണ്. ഒരുപാട് ആൾക്കാർ അതിൽ വർക്കും ചെയ്യുന്നുണ്ട്, ഞാനും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വീഡിയോ ഇൻട്രോ മേക്കിംഗ്, ഈ ഒരു രീതി നിങ്ങളുടെ വീഡിയോകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻട്രോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് ഇതൊരു സർവീസായിട്ട് നിങ്ങളുടെ പല പല ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതുമാണ്. ഞാൻ അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു പുതിയ ഫ്രീലാൻസിങ് വെബ്സൈറ്റ് കൂടി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ വളരെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വർക്ക് കിട്ടാൻ വളരെ എളുപ്പവുമാണ്. 25 മുതൽ 30, 40, $50 വരെ ഒരു സർവീസിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എൻ്റെ ഈ ടിപ്ടോക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളെ തേടി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഫ്രീലാൻസിങ് ജോബ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വെബ്സൈറ്റാണ് fiverr.com എന്ന ഈ വെബ്സൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമ്പർ 1 വെബ്സൈറ്റായ ഫൈവർ എന്ന വെബ്സൈറ്റ്. ഇവിടെ ഫൈവറിൽ നമ്മൾ ഇൻട്രോ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് റിസൾട്ട് ഇവിടെ വരുന്നതായി കാണാൻ നിങ്ങൾക്ക് കഴിയും. ഇവിടെ ഓരോന്നിൻ്റെയും റേറ്റുകളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയും. അവിടെ യൂട്യൂബ് ഇൻട്രോ ചെയ്ത് കൊടുക്കുന്നതിന് $20 ഇവിടെ അവർ ഈടാക്കുന്നത്. മാത്രമല്ല, ഇതിലുള്ള നല്ല കോമ്പറ്റീഷനുമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് പേജുകൾ, 5901 സർവീസുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അല്പം കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഈ ഇൻട്രോ വീഡിയോ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഫ്രീലാൻസിങ് വെബ്സൈറ്റിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് സർവീസ് തുടങ്ങാമെന്നുള്ളതിനെ കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഫൈവറിലും ഞാൻ ഈ പറയുന്ന ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോയുടെ ഇൻട്രോ നമ്മൾ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് പാൻസോയിഡ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ്. ഇതൊരു സോഫ്റ്റ്വെയർ അല്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തുടക്കക്കാർക്ക് ആർക്കും ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള ഇൻട്രോ ഇതിൽ നിന്ന് മേക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡിയോയും വരുന്നുണ്ട്. ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന തന്നെ ആഡിയോയും ഉണ്ട്. പക്ഷേ ആ ആഡിയോ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. യൂട്യൂബിലും മറ്റും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഡിയോ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, വീഡിയോ മാത്രം ഉപയോഗിക്കുക. ആ ആഡിയോ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻട്രോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ വെബ്സൈറ്റിൽ വരിക. ഇതിൽ ഒരുപാട് ഇൻട്രോസുകളുണ്ട്. ഇവിടെ താഴോട്ട് മോർ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും പല കാറ്റഗറിയിലുള്ള ഒരുപാട് ഇൻട്രോയും ഔട്ട്രോയും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈനിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ ക്ലിപ്പ് മാർക്കർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇടത് സൈഡിലായിട്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോയിലേക്ക് ഓപ്പണായി പോകുന്നതായിരിക്കും, പുതിയൊരു പേജിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും അതിൻ്റെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ആ പ്ലേ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ സെലക്ട് ചെയ്ത ആ വീഡിയോയുടെ മോഡൽ, ആ വീഡിയോ ഏത് രീതിയിലാണ് പ്ലേ ചെയ്യുന്നതെന്നും ഏത് രീതിയിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അത് തിരഞ്ഞെടുക്കുക, അതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട്. ഇതാണ് ഇതിൻ്റെ ഇടതുഭാഗത്തായി കാണാൻ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസുകളൊക്കെ കാണാൻ കഴിയും. മ്യൂസിക്കും വീഡിയോയും ടൈറ്റിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഒബ്ജക്റ്റ് എന്നുള്ള ഈ നാലാമതായി കാണുന്ന ഒബ്ജക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ കഴിയും ഗ്രൂപ്പുകളും ഒരുപാട് ലൈറ്റും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ചെല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ വീഡിയോയിൽ ഇവിടെ കാണാൻ കഴിയും, നമുക്ക് ആ ഭാഗത്ത് നമ്മുടെ കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾ ഈ താഴെ വരിക, ഗ്രൂപ്പ് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്തായിട്ട് ടെക്സ്റ്റ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഈ ടിപ്ടോക്ക് മലയാളം എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ ടിപ്ടോക്ക് എന്ന് അടിക്കുകയാണ്. ടിപ്ടോക്ക് എന്ന് അടിച്ചു കൊടുത്തു. ശേഷം വീണ്ടും താഴെ ഒരു
ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ടിക്ടോക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പുറത്ത് പോയി നിങ്ങൾ പുറത്ത് ഭാഗത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടും നമ്മൾ നേരത്തെ കണ്ട ടെക്സ്റ്റ് മാറി ടിക്ടോക്ക് എന്ന് ആയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈസി ആയിട്ട്. ഇതിൻ്റെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫോണ്ടാണ്. അപ്പോൾ ഏത് ഫോണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റിൽ രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. മുകളിൽ വീണ്ടും ടിക്ടോക്കിൽ പോകുന്നു. ആ സെയിം ഫോണ്ട് തന്നെ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫോണ്ടല്ല ഇവിടെ ഉള്ളത്, ഫോണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ ആ കർസർ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എങ്ങോട്ട് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും വലുതാക്കാം, ചെറുതാക്കാം, അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസുകൾ ഇവിടെ മാറ്റാൻ കഴിയും. അതെല്ലാം ഇവിടെ ഉണ്ട്, ഡീറ്റെയിൽ ഫുൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യുക, നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള പല രീതിയിലുള്ള എഡിറ്റിംഗ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഡൗൺലോഡ്സ് എന്നുള്ള അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഡൗൺലോഡ് യുവർ വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഡൗൺലോഡ് മോഡ് ചോദിക്കുന്നുണ്ട്. ഡൗൺലോഡ് മോഡ് ബാലൻസ്ഡ് ആണ്. അത് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ഗുഡ് ക്വാളിറ്റി എന്നുള്ളത് കൊടുക്കുക. എക്സ്ട്രീം ക്വാളിറ്റി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇൻട്രോ ഡൗൺലോഡായി വരാൻ കുറച്ച് സ്ലോ ആയിരിക്കും. ഗുഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്. ഞാൻ പലപ്പോഴും പരീക്ഷിച്ചിട്ടുള്ളത് ഗുഡ് ക്വാളിറ്റിയാണ്. സോ നിങ്ങളത് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഈസിയാണ്. ശേഷം താഴെ സ്റ്റാർട്ട് വീഡിയോ റെൻഡർ എന്നുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഈ ഓൺലൈൻ വെബ്സൈറ്റിൽ അത് ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഇനി ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമ്മുടെ ആ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് യുവർ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ പേജിലേക്ക് പോകും. ഇവിടെ താഴെ ഭാഗത്തായിട്ട് അത് ഡൗൺലോഡ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ആ വീഡിയോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഈസി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആഡിയോ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ ചാൻസുകളുണ്ട്. സോ അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനായി നിങ്ങൾക്ക് ഈ സർവീസ് നിങ്ങൾക്ക് വിൽപ്പന നടത്താനായി ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ഓൺലൈൻ ഫ്രീലാൻസിങ് വെബ്സൈറ്റാണ്. നമ്മുടെ ഈ ഫൈവർ പോലെ തന്നെ പുതിയതായിട്ട് വന്ന, ഇവിടെ അല്പം കോമ്പറ്റീഷൻ കുറവാണ്. ഈ വെബ്സൈറ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ക്വിക്ക് ആൻഡ് ഗിഗ്സ് എന്നുള്ള ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അവരെന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് എല്ലാം കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, യൂസർ ടൈപ്പ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ മൊബൈൽ നമ്പർ കൊടുക്കുക. കമ്പനി നെയിം എന്നുള്ളത് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. അതല്ല നിങ്ങൾ കണക്ട് വിത്ത് ഫേസ്ബുക്ക് ചെയ്യാം, കണക്ട് വിത്ത് ഗൂഗിൾ ചെയ്യാം. യാഹു അക്കൗണ്ട് ഉണ്ടെങ്കിൽ യാഹു അക്കൗണ്ടുമായും നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ അക്കൗണ്ട് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരെ അക്കൗണ്ട് നേടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ ID കൊണ്ട് ഞാനിതിൽ ലിങ്ക് ചെയ്യുകയാണ്, കണക്ട് ചെയ്യുകയാണ്, കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്വിക്ക് ആൻഡ് ഗിഗ്സിൻ്റെ മെയിൻ ഹോം പേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് സർവീസുകൾ ഇവിടെ ഹോം പേജിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഈ സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇൻട്രോ മേക്കിംഗ് എന്നുള്ള ഈ ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. എത്രമാത്രം റിസൾട്ടുകൾ വരുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നോക്കാം. ഇവിടെ അധികം നമ്മൾ മുന്നേ ഫൈവറിൽ കണ്ടതുപോലുള്ള അത്രയും കോമ്പറ്റീഷൻ ഇല്ല. 1-2 പേജുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളൂ ഒരു 50 ആൾക്കാരിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. വർക്കുകൾ കിട്ടാൻ നല്ല സാധ്യതയുമുണ്ട്. സോ ഇവിടെ നേരെ മറിച്ച് നമ്മൾ ഫൈവറിലാണെങ്കിൽ ഇവിടെ കാണാൻ കഴിയും 5901 6000-ഓളം ആൾക്കാരാണ് ഈ ഒരു ഒറ്റ സർവീസുമായി നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ഒരു ഗിഗ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ ഹോം പേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ പോകുമ്പോൾ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പോസ്റ്റ് ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഇത് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളൂ എന്നുള്ള ട്രിക്സ് ഇവിടെ പറയുകയാണ്. നിങ്ങൾ ഈ നേരത്തെ നമ്മൾ കണ്ട ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ നേരത്തെ കണ്ടിട്ടുള്ള ആരുടെയെങ്കിലും ആ 3D ആ ഇൻട്രോ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ആ
ടൈറ്റിലും അവർ കൊടുത്തിരിക്കുന്ന ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് സ്വന്തമായിട്ട് എഡിറ്റും ചെയ്ത് ചേർക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഫൈവറിൽ പോവുക. റേറ്റിംഗ് ഉള്ള 5.4 5.9 റേറ്റിംഗ് ഉള്ള ഏതെങ്കിലും ഒരു ഗിഗ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഗിഗ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആ ഗിഗിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഐ വിൽ ഡു യൂട്യൂബ് ഇൻട്രോ, അങ്ങനെ അവർ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ അത് കോപ്പി ചെയ്യുക. യൂട്യൂബ് ഇൻട്രോ, ഔട്ട്രോ, വീഡിയോ, ട്രെയിലർ, വീഡിയോ ഇത് ഇത്രയും മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോപ്പി ചെയ്യുക. നേരെ നമ്മുടെ ഇവിടെ വരിക. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും താഴെ പോവുക. ആ കാറ്റഗറിയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് ഫൈവറിൽ വേണമെങ്കിൽ ഫൈവറിൽ നിന്നും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ നിന്നും ഫൈവറിൽ നിന്ന് രണ്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് വേർഡ്സുകൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്യുന്നു. അതുപോലെ കോപ്പി ചെയ്യുന്നു. ഇതിനകത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരെ ഇവിടെ വരിക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ശേഷം നിങ്ങളിവിടെ ടാഗ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ളൊരു ടാഗ് ഞാൻ ഇവിടെ കൊടുത്തു. ശേഷം ഇൻട്രോ മേക്കിംഗ് എന്നുള്ള ഇത് കൊടുത്തു. യൂട്യൂബ് ഇൻട്രോ എന്നുള്ളൊരു ടാഗ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാഗുകൾ നമ്മുടെ ഈ കാറ്റഗറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടാഗുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ ഗ്രാഫിക് ഡിസൈനിങ് കൊടുക്കുക. ശേഷം കാറ്റഗറി നിങ്ങളിവിടെ കൊടുക്കുക. സബ് കാറ്റഗറിയിൽ സോഷ്യൽ മീഡിയ ഡിസൈനിങ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ ലോഗോ ഡിസൈനിങ്ങോ ലോഗോ ഡിസൈനിങ് കൊടുക്കുക. സോഷ്യൽ മീഡിയ ഡിസൈനിങ് ചെയ്ത് കൊടുക്കുക. സബ് കാറ്റഗറി 2-3 നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ പിന്നെ കാറ്റഗറി ചെയ്തിട്ട് വീഡിയോ ആനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഉണ്ട് വീഡിയോസ്. ഇവിടെ കാണാൻ കഴിയും ഇൻട്രോസും ആൻഡ് ഔട്ട്രോസും ഉള്ളതുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. ലോഗോ ഡിസൈനിങ് അത് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പെക്റ്റഡ് ഡെലിവറി നിങ്ങൾ കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു 2 ദിവസം കൊടുക്കുക. ബഡ്ജറ്റ് നിങ്ങൾ അല്പം റേറ്റ് കുറച്ച് കൊടുക്കുക. മറ്റുള്ള ഗിഗുകൾ നോക്കിയതിന് ശേഷം ആ ഗിഗുകളിൽ നിന്ന് അല്പം കുറച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു $5 കൊടുക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒരു $10 കൊടുക്കുന്നു. ഒരു സാമ്പിൾ എന്നതുപോലെ ആൾക്കാർ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻട്രോ നിങ്ങൾ മേക്ക് ചെയ്യുക, നേരത്തെ കാണിച്ചതുപോലെ. അതിനുശേഷം ആ ഫയൽ നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ടു ഇനേബിൾ എന്നുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിക്വസ്റ്റ് ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ കമ്പനി റിവ്യൂ ചെയ്യും. അതിനുശേഷം അവർ അപ്രൂവൽ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് കിട്ടി തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫൈവറിലും ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല റേറ്റിംഗുള്ള ഗിഗ്സുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതുപോലെ കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ കഴിയും $20, $30, $40, $50 ഇവിടെ ഓരോരുത്തരും ഓരോ ഇൻട്രോയ്ക്ക് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് $10 മുതൽ $15 വരെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല വർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ വീഡിയോസും മറ്റുള്ള വീഡിയോകൾക്കും കമ്പനി വീഡിയോകൾക്കും നിങ്ങളുടെ പേജുകൾക്കും എല്ലാം ഞാൻ കാണിച്ചു തന്ന രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഒരു വീഡിയോ നല്ല രീതിയിൽ ഇൻട്രോ ചെയ്യാവുന്നതാണ്. ഒരു വെബ്സൈറ്റിൻ്റെയും ആവശ്യമില്ലാതെ, ഒരു മുൻപരിചയവും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകൾ ഭാഗത്തേക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പ്രൊഫൈൽ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. പബ്ലിക് പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ലൊക്കേഷൻ തിരഞ്ഞ് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. നിങ്ങളെ പറ്റിയ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. നിങ്ങളിവിടെ കാണാൻ കഴിയും ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് ആണ് എൻ്റെ ജോബ്. ഞാനിങ്ങനെ ഫോട്ടോഷോപ്പിൻ്റെ വർക്കുകൾ ചെയ്യാറുണ്ട്, വീഡിയോ വർക്കുകൾ ചെയ്യാറുണ്ട്, ഗ്രാഫിക്സ് ചെയ്യാറുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കുള്ള ഏതൊക്കെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ വർക്കുകൾ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഡാറ്റ എൻട്രി ജോബ് ആണെങ്കിൽ നിങ്ങൾ അതും കൊടുക്കുക, ഗ്രാഫിക് ഡിസൈനിങ് അത് കൊടുക്കുക, ഫോട്ടോഷോപ്പ് ആണെങ്കിൽ അത് കൊടുക്കുക. അതെല്ലാം ജസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പബ്ലിക് അത് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ പ്രൊഫൈൽ വന്ന് കണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വെബ്സൈറ്റാണ് പ്ലേസിറ്റ് എന്ന ഈ വെബ്സൈറ്റ്. അപ്പോൾ ഇതിലും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം മാത്രമാണ് ഇതിലുള്ളത്. പിന്നീടുള്ള ഓരോ വീഡിയോയ്ക്കും നമ്മൾ പൈസ കൊടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ വിൽപ്പന നടത്തി അതിൻ്റെ വരുമാനം കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസം $14 കൊടുത്ത് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വിൽപ്പന നടത്തി നല്ല നല്ല വരുമാനം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വീഡിയോ മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തമായിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ വിട പറയുന്നു. ഒരു പുത്തൻ അടിപൊളി അറിവുമായി ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ
ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.